ഹായ് ഫ്രണ്ട്സ്, ഞാൻ അസ്മി, ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് വെൽനസ് ട്രെയിനർ. അതോടൊപ്പം ട്രിവാൻഡ്രം RCCയിൽ ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുന്നു. അമിതവണ്ണം നിയന്ത്രിക്കുന്നതിനായി പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകളും സ്വീകരിച്ച് പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ പകുതി വഴിയിൽ നിർത്തിപ്പോയ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അമിതവണ്ണം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാന കാരണമാണ്. ഈ അമിതവണ്ണം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുകയും സെൽഫ് എസ്റ്റീം കുറയ്ക്കുകയും നമുക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇൽനെസ് ഉണ്ടാകാൻ ഒരു കാരണമായി മാറുകയും ചെയ്യുന്നു. അമിതവണ്ണം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഡയറ്റാണ്. അമിതവണ്ണം നിയന്ത്രിക്കുന്നതിനായി പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ നാം സ്വീകരിക്കുന്ന ഡയറ്റ് പ്ലാൻ സയൻറ്റിഫിക്കൽ ആയിരിക്കണം. ശാസ്ത്രീയമായ അടിത്തറയോടുകൂടിയുള്ള ഒരു ഡയറ്റ് സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കുറയുന്നതോടൊപ്പം ആരോഗ്യം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും സൗന്ദര്യം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും അത് കാരണം സന്തോഷം ഫീൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായും ശ്രദ്ധിക്കേണ്ടത് നാം സ്വീകരിക്കുന്ന ഡയറ്റ് സയൻറ്റിഫിക്കൽ ആയിരിക്കണം. മറ്റൊന്ന് പ്രാക്ടിക്കൽ ആയിരിക്കണം. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഡയറ്റ് ആയിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. മറ്റൊന്ന് എൻജോയബിൾ ആയിരിക്കണം. വളരെ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഡെഡിക്കേഷനാണ്. ഒരു കൃത്യമായ ഡയറ്റ് പ്ലാൻ സ്വീകരിച്ചത് കൊണ്ട് മാത്രം അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കത്തില്ല. ഈ ഡയറ്റ് പ്ലാനിനോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വളരെ പ്രധാനമാണ്. ഓരോ ദിവസവും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠ പാലിക്കണം. അത് ഉറങ്ങി എണീക്കുന്ന സമയത്തിലാണെങ്കിലും കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഉറങ്ങുന്ന സമയത്തിലാണെങ്കിലും നാം ചെയ്യുന്ന ജോലികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠ പാലിക്കണം. ഡയറ്റ് പ്ലാനിനോടൊപ്പം ഒരു കൃത്യമായ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണി ഈസി ആകുന്നത്. അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് എത്രയാണോ വേണ്ടത് എന്ന് കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. എന്നാലേ ഒരു 100% മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. ഡയറ്റ് പ്ലാൻ നോക്കി ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തു, നമുക്ക് മൈൻഡ് സെറ്റ് ഓക്കെയാണ്. ഈ കാര്യങ്ങളെല്ലാം കൺസിസ്റ്റൻ്റായി മുന്നോട്ട് പോകുമ്പോഴാണ് നാം പ്രതീക്ഷിച്ച റിസൾട്ട് വളരെ ഫാസ്റ്റായി കിട്ടുന്നത്. എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നാലാമത്തേത് നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്ന് ഓരോ ദിവസവും അനലൈസ് ചെയ്യണം. നാം ചെയ്യുന്ന ഡയറ്റ് പ്ലാനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ടെന്നും ഉള്ളതിൻ്റെ റിസൾട്ട് എല്ലാ ദിവസവും എത്രത്തോളം ബോഡിയിൽ ലഭിക്കുന്നു എന്ന് അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് വെയ്റ്റ് ലോസ് കൂടുതൽ ഫാസ്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തേത് നാം സ്വീകരിക്കുന്ന ഡയറ്റിൽ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസ്, ഫൈബർ, വാട്ടർ എല്ലാം കൃത്യമായ അളവിൽ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇത്തരത്തിൽ ഒരു ഡയറ്റ് പ്ലാൻ സ്വീകരിക്കുന്നതിലൂടെ വെയ്റ്റ് ലോസ് ചെയ്യുന്നതോടൊപ്പം ആരോഗ്യം മെച്ചപ്പെടുകയും സൗന്ദര്യം വർദ്ധിക്കുകയും സന്തോഷം ഫീൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കൂടും. ഈ കാര്യങ്ങൾ മുന്നോട്ടുള്ള ലൈഫിൽ ഒരു ഊർജ്ജമായി മാറുകയും ചെയ്യും. ഞാനീ പറഞ്ഞ 5 കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും വെയ്റ്റ് ലോസ് ജേർണി ഒരു ഭാരമായി മാറുന്നതും പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരു വെൽ ട്രെയിൻഡ് എക്സ്പേർട്ടിൻ്റെ സഹായം തേടാം. ആ ഒരു എക്സ്പേർട്ട് നിങ്ങളുടെ വെയ്റ്റ് ലോസ് ജേർണിയെ കൂടുതൽ എൻജോയബിൾ ആക്കുകയും ഐഡിയൽ വെയ്റ്റ് എത്തുന്നതുവരെ കൃത്യമായി ഗൈഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്കും അങ്ങനെ ഒരു കോച്ചിങ് ആവശ്യമെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.